മുത്തുനബിയുടെ സദസ്സിൽ നടക്കുന്ന സംഭാഷണങ്ങളാണ് ഹബീബ് നമ്മളോട് പറഞ്ഞ ചില ആശയങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സംഭാഷണത്തിന്റെ ഏറ്റവും മധുരമായ തലം, അവിടെ ആശയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കശപിശയില്ലാതെ, ആക്ഷേപഹാസ്യങ്ങളില്ലാതെ, കളിയാക്കലുകളില്ലാതെ, പരസ്പര ബഹുമാനത്തോടുകൂടെ, പരസ്പരം തർക്കിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടത്. തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗലോകത്തിന്റെ വരാന്തകളിൽ, പ്രാന്ത പ്രദേശങ്ങളിൽ ഞാനൊരു വീട് പണിതു തരാം, ഞാൻ നിങ്ങൾക്ക് കാവൽ നിൽക്കാം. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്നഹ ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖാ. നിങ്ങളുടെ പക്ഷമാണ് സത്യമെങ്കിൽ പോലും നിങ്ങൾ തർക്കിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പിന്നെ പറഞ്ഞു, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വീട് തരാം. ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിഹാ, തമാശ പറയുകയാണെങ്കിൽ തന്നെയും കളവ് പറയാതിരിക്കുന്നവർക്ക്, തമാശയിലെങ്കിലും കളവ് പറയാത്തവർക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാൻ ഒരു വീട് വാങ്ങിച്ചു തരാം. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സമോന്നതങ്ങളായ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ഞാനൊരു ഭവനം വാഗ്ദാനം ചെയ്യുന്നു. ലിമൻ ഹസന ഖുലുഖുഹു, ആരുടെ സ്വഭാവമാണ് നന്നാകുന്നത് അവർക്കെല്ലാം, നല്ല സ്വഭാവമുള്ളവർക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്കാണ് അല്ലാഹു അവരെ കൊണ്ടുപോകുന്നത്. ഹസ്നുൽ ഖുലുഖ്, അല്ലാഹു നമുക്കതൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നഷ്ടപ്പെടുന്ന കാലമാണ്. ചീത്തവിളികളും ആക്ഷേപങ്ങളും എമ്പാടും ഇഷ്ടം പോലെ, മീഡിയകളിലും അല്ലാത്തിടത്തും, റോഡരികിലും, നമ്മുടെ ഫേസ്ബുക്കുകളിലും വാട്സാപ്പുകളിലും ഒക്കെ നിരന്തരമായ സർക്കാസ്റ്റിക് ആക്ഷേപഹാസ്യങ്ങൾ നടക്കുന്ന കാലം. നിബിധങ്ങൾ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു വിവരം കൊടുത്ത്, ഹബീബ് തങ്ങൾ പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നടന്നു വരുന്ന വഴിയിലാണ് തലാഹ ഫുലാനും വഫുലാൻ, ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, നിബിധങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ രണ്ടാളുകൾ തമ്മിൽ അവിടെ ചണ്ട കൂടുന്നു, തർക്കിക്കുന്നു. തലാഹ ഫുലാനും വഫുലാൻ, രണ്ടാളുകൾ തമ്മിൽ എന്തോ ചണ്ട കൂടുന്നു. മഹാനായ സ്വഹാബി ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ആ ചണ്ട കൂടിയ സ്വഹാബിമാരുടെ പേര് പറഞ്ഞിട്ടില്ല. ഒന്ന് കഅബ് ഇബ്നു മാലിക് എന്നവരാണ്, മറ്റൊന്ന് ഇബ്നു അബി ഹദ്റദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും നടന്ന ഒരു ചെറിയൊരു കശപിശ. അവരെ വർത്തമാനത്തിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങി, പരസ്പരം ആക്ഷേപിക്കാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് നിബിധങ്ങൾ വരുന്നത്. തങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ റമദാനിലെ ഏത് രാവിലാണെന്ന് കൃത്യമായ അല്ലാഹു എനിക്ക് വിവരം തന്നു. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് നിങ്ങൾ തർക്കിക്കുന്നത് എന്റെ കണ്ണിൽ പെടുന്നത്. ആ ഇൽമ് അല്ലാഹു ഉയർത്തിക്കളഞ്ഞു. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കാം, നന്മയായിരിക്കാം. നിങ്ങളത് 27-ലോ 25-ലോ 29-ലോ, ചില റിവായത്തിൽ 21-ലോ 23-കളിലോ നിങ്ങളതിനെ തപ്പി നോക്കിക്കോളൂ എന്നായിരുന്നുവെന്ന ഒരു നിഅമത്ത് ഉയർത്തപ്പെടാൻ കാരണമായത് രണ്ടാളുകൾ തമ്മിൽ തർക്കിച്ചപ്പോഴാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, സംഭാഷണത്തിന്റെ ചില രീതികൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നടക്കുന്ന ചില വർത്തമാനങ്ങൾ, ആ വർത്തമാനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഇടപെടുന്നുണ്ട്. തിന്മകളെ എതിർക്കാതെ ഒന്നും പറഞ്ഞു പോവാതിരിക്കണം എന്നല്ല ഇതിനർത്ഥം. തിന്മകളെ എതിർക്കപ്പെടേണ്ടത് തന്നെ. എന്നാൽ എതിർക്കുമ്പോഴും അതിൻ്റെതായ മര്യാദകളും ഡിസിപ്ലിനും പാലിക്കേണ്ട ഏറ്റവും അനിവാര്യമായൊരു കാലത്താണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. മതവിഷയങ്ങളിലാവട്ടെ, രാഷ്ട്രീയ വിഷയങ്ങളിലാവട്ടെ, ഏത് തലങ്ങളിലാവട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴേക്കും ആക്ഷേപങ്ങളിലേക്ക് വഴിമാറുന്ന കാലം. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു
ആബിദായ സ്വഹാബിയാണ്, ഇൽമുള്ള സ്വഹാബിയാണ്, സൂക്ഷ്മതയുള്ള സ്വഹാബിയാണ്. മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ എന്ന നബി തങ്ങളുടെ സ്വഹാബികളിൽ അവസാന കാലം മുസ്ലിമായ അബൂ സുഫിയാൻ എന്നവരുടെ മകനായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിന്റെ അധികാരം ഏറ്റെടുത്തപ്പോ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഷാമിൽ മുആവിയ തങ്ങൾ ചെയ്യുന്ന പല പണിയും ഇഷ്ടപ്പെടാതെ വന്നപ്പോ മഹാനവർകൾ എഴുന്നേറ്റെന്ന് പറയുമായിരുന്നു, മുആവിയ, നിങ്ങളോട് അനുസരിക്കാൻ എനിക്ക് പ്രയാസം വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്തെഴുതി മുആവിയ എന്നവരെ, അമീറുൽ മുഅ്മിനീനെ, ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് എന്ന സ്വഹാബി എന്നെ ഇവിടെ സുഖമായി ഭരണം നടത്താൻ വിടുന്നില്ല, എതിർക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, ഉബാദ, എന്തേ നിങ്ങൾ മുആവിയെ അനുസരിക്കാത്തത്? ഇന്നഹു യഅഖുദുൽ മാല കൈഫ യശാ. ഉമർ എന്നവരെ, സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മുആവിയ ചെയ്യുന്ന ചില പണികൾ എനിക്ക് ഇഷ്ടമാവുന്നില്ല, അതുകൊണ്ട് എനിക്കവിടെ എന്റെ വിയോജിപ്പെ രേഖപ്പെടുത്തേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉബാദ, നിങ്ങൾ ഷാമിലേക്ക് പോവണം. നിങ്ങളെപ്പോലെയുള്ള ആളുകളോ ഇല്ലാത്ത ഒരു പ്രദേശം അള്ളാഹു നാശമാക്കട്ടെ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അതിനർത്ഥം തിന്മകളെ പ്രതിരോധിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ പ്രതിരോധിക്കുന്ന രീതികളിൽ നമ്മൾ കർക്കശമായും ഡിസിപ്ലിൻ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ നബി തങ്ങൾ പഠിപ്പിച്ച ആ ഒരു ഫണ്ടമെന്റൽ ഐഡിയാസിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. മനുഷ്യർ പരസ്പരം ഏത് വിഷയങ്ങളിലും പരസ്പരം ഒരു മനുഷ്യത്വവും ബഹുമാനവും ആദരവും കൊണ്ട് തന്നെ, ആദരവ് കൊടുത്തുകൊണ്ട് തന്നെയാവണം വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹബീബിന്റെ മുമ്പിൽ നടന്ന ചില സംഭാഷണങ്ങളുടെ നിബിധങ്ങൾ എന്തൊക്കെയാണ് സഹിച്ചത്, എന്തൊക്കെ വാക്കുകളാണ് ഹബീബിന് കേൾക്കേണ്ടി വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒച്ച വെച്ച് സംസാരിക്കരുതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഒച്ച വെച്ച് സംസാരിക്കരുത്, ബഹളങ്ങൾ ഉണ്ടാക്കരുത്. അത് പിന്നെ പള്ളിയിലോ മദ്രസയിലോ അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സിലോ പിന്നെ പറയേണ്ട വിഷയമുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി ولا تجهروا له بالقول كجهر بعضكم لبعض. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ബനൂ തമീം ഗോത്രക്കാരുടെ ഒരു ഡെലിഗേഷൻ കടന്നു വരുന്നു, ഒരു സംഘം ആളുകൾ ബനൂ തമീമിൽ നിന്ന് കടന്നു വരുന്നു. ആ സദസ്സിൽ വെച്ച് ആരാവണം ബനൂ തമീമിന്റെ ലീഡർ എന്നൊരു തീരുമാനം വന്നപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഖഅഖാ ഇബ്നു മഈദ് റളിയല്ലാഹു അൻഹു ആവണം. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല, അത് അഖ്റഅ ഇബ്നു ഹാബിസ് എന്നവരാവണം. അപ്പൊ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ഉമറേ, ഞാൻ എന്ത് പറയുന്നുവോ അതിനെതിരാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല സിദ്ദീഖേ, അവിടെ അർഹനും കഴിവുമുള്ളത് മഹാനായ അഖ്റഅ ഇബ്നു ഹാബിസ് ആണ്. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, അല്ല, ഖഅഖാ ആണ്. അങ്ങനെ ചില വർത്തമാനങ്ങൾ രണ്ടുപേരും തമ്മിൽ നടന്നപ്പോ ശബ്ദം ഒരൽപ്പം ഉയർന്നുപോയി, ശബ്ദം ഒരൽപ്പം പൊങ്ങിപ്പോയി. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസമുള്ളവരെ, അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഹബീബിന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളാരും ശബ്ദമുയർത്തി സംസാരിച്ചു പോവരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കുകയാണോ ഹബീബിന്റെ മുമ്പിലിരിക്കുമ്പോ? നിങ്ങൾ ചെയ്തു പോയ അമലുകളെങ്ങാനും നിങ്ങൾ അറിയാതെ പൊളിഞ്ഞു പോയേക്കും, അറിയുമോ? അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾ പോലും സ്വീകരിക്കില്ല, ഒച്ചവെക്കല്ലേ എന്ന് ആയത്തിറങ്ങിയപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ഉകല്ലിമുക ഇല്ലാ കഅഖിസ്റാർ. നബിയേ, ചെവിയിൽ മന്ത്രിച്ച് സ്വകാര്യം പറയുന്ന പോലെയല്ലാതെ ഇനി ഞാൻ അങ്ങയോട് സംസാരിക്കില്ല നബിയെ, മാപ്പ് തരണം.
ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് അങ്ങോട്ട് പിന്നെ മെല്ലെയാണ് ഹബീബിനോട് സംസാരിക്കുക. ഈ ആയത്തിറങ്ങിയതിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു വല്ലതും പറയുമ്പോ നബി തങ്ങൾ ചോദിക്കുമായിരുന്നു, ഉമറേ എന്താ നിങ്ങൾ പറഞ്ഞത്, ഞാൻ കേട്ടില്ലല്ലോ, ഒന്നുകൂടെ മടക്കി പറയൂ. അത്രക്ക് സൗമ്യമായി ശബ്ദം കേൾപ്പിക്കാതെയാണ് പിന്നെ ആയത്തിറങ്ങിയതിന്റെ ശേഷം ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നിലപാടുകളെന്ന് വിശുദ്ധരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന പ്രഗത്ഭനായ ഒരു നബിയെന്നോ വലിയെന്നോ അറിയപ്പെടുന്ന ഇന്ന് ഈജിപ്തിന്റെ അലക്സാൻഡ്രിയയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആഫ്രിക്കക്കാരനായിരുന്ന ഒരടിമയായിരുന്ന എന്നാൽ അല്ലാഹു ജ്ഞാനവും ഹിക്മത്തും നൽകി ആദരിച്ച മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു എന്നോ അലൈഹിസ്സലാം എന്നോ പറയാൻ പറ്റുന്ന ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മോനോട് ചെയ്ത ഉപദേശം അല്ലാഹു സൂറത്തുൽ ലുഖ്മാനിലെ 19ാമത്തെ ആയത്തിൽ പറയുന്നൊരു ഭാഗം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖ്സിദ് ഫീ മശീക واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. മോനെ വഖ്സിദ് ഫീ മശീക, നടക്കുമ്പോൾ സൗമ്യമായി നടക്കണം മോനെ. ഊട്ടക്കെട്ടിട്ട് ഒച്ച വെച്ചിട്ട് പോകുന്നത് വഴിയിലുള്ള മുഴുവൻ ആളുകളും കേൾക്കത്തക്കെ അങ്ങനെ ഒരു അർഗൻസ്, ഒരു സ്റ്റബോൺ, ഒരു അഹങ്കാരിയുടെ രൂപത്തിൽ നടക്കല്ലേ. വഖ്സിദ് ഫീ മശീക, സൗമ്യമായിട്ട് നടക്കുമോനെ. വഗ്ളുദ് മിൻ സൗതിക, വല്ലവരോടും സംസാരിക്കുമ്പോ, ആശയം കൈമാറുമ്പോ, ചർച്ച ചെയ്യുമ്പോ ശബ്ദം താഴ്ത്തണം. ഇന്നൊരു കമ്മിറ്റി ജയിക്കുന്നത് എങ്ങനെയാ? ഒച്ച കൂടുതലുള്ള ആള് ജയിക്കും. അങ്ങനെയാണ് ഒച്ച വെച്ചിട്ട് ജയിക്കുക, അങ്ങനെയല്ലെന്നാണ്. ഒരു മനുഷ്യൻ ഒച്ച വെച്ചിട്ടല്ല ജയിക്കേണ്ടത്, ആശയത്തിന്റെ കരുത്തുകൊണ്ടാണ്. ഇപ്പോ ആധുനികരായ ടീച്ചേഴ്സ്, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ആധുനികർ എന്ന് പറഞ്ഞാൽ അതാണ് കണ്ടംപററി, മുതഅഖിരീങ്ങളെന്നോ ഈ കാലക്കാരെന്നോ അത്രയ്ക്ക് അതിനർത്ഥമുള്ളൂ. ഈ അധ്യാപനം ചെയ്യുന്ന ആളുകള് എത്ര വിദ്യാർത്ഥികൾ വലിയ ക്ഷമ പരീക്ഷിക്കും. ഇന്നത്തെ കലാലയങ്ങൾ, ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി സ്കൂളോ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. എന്ത് ബഹളം വെച്ചാലും അധ്യാപകൻ ബഹളം വെച്ചുകൂടാന്ന, വിദ്യാർത്ഥികൾ എന്ന് എന്ത് തലകുത്തി അവിടെ മറിഞ്ഞാലും നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, പക്ഷെ നമ്മൾ ഒച്ച ഉയർത്തി സംസാരിക്കരുത് എന്നാണ്. അപ്പോഴേ ആ കുട്ടികൾ അത് കേൾക്കുള്ളൂ. ശബ്ദമുയർത്താതെ നമുക്ക് ഡിസിപ്ലിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അതിന്റെ ടെക്നിക്കുകളെ സംബന്ധിച്ചുള്ള ട്രെയിനിങ്ങുകൾ എന്ന് ടീച്ചേഴ്സിന് കൊടുക്കും. ഞാനത് ഡെയിലി അനുഭവിക്കുന്ന ഒരാളാണ് അധ്യാപകൻ എന്ന നിലയിൽ. നമുക്ക് ശബ്ദം വെച്ചുകൂടാന്നാണ്. ശബ്ദം വെക്കുമ്പോ ഇയാൾ കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നതാണ്. മുമ്പത്തെ പോലെയല്ല ഇന്ന് പഠിപ്പിക്കുന്നത്, വലിയ അധ്വാനമാണ്. പഴയ പോലത്തെ ഈസി അല്ല. പഠിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യമുള്ള ഒരു സ്ഥാപനത്തിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ശമ്പളം കിട്ടി പോന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന സ്ഥാപനത്തിന്റെ കഥയല്ല. മിൻ സൗതിക, ശബ്ദമുയർത്തരുത്. മക്കളോടാണെങ്കിൽ പോലും ഒച്ച വെച്ച് കയർക്കരുതെന്ന ആ വിഷയത്തിന്റെ ഗാംഭീര്യം അറിയുന്ന രീതിയിൽ വാക്കുകളിൽ നമ്മൾ അതിന്റെ ഗൗരവം കൊണ്ടുവരണമെന്ന്, ശബ്ദത്തിലല്ല. ഒച്ച വെക്കേണ്ട കാര്യമില്ല, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പാരന്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ട്രെയിനേഴ്സ് ഒക്കെ പഠിപ്പിച്ചു തരും. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ്. ശബ്ദം താഴ്ത്തണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതങ്ങനെ ഒച്ചയിലാ കരയ. അതുകൊണ്ട് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കരുത്. വിശുദ്ധ ഖുർആൻ പറയാൻ അദബുൽ ഹിവാർ എന്ന് പറയും, ദ ഡിസിപ്ലിൻ ഓഫ് എ ഡയലോഗ്. ഒരു സംഭാഷണം നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട ചില മര്യാദ.